മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ ന്യൂസ്, മാതൃഭൂമി ന്യൂസ്, റിപ്പോർട്ടർ ചാനല്, 24 ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സകല ചാനലുകൾ, വിനു വി ജോൺ മുതൽ അരുൺകുമാർ മുതൽ ആശ്മി താജ് ഇബ്രാഹിം മുതൽ അഭിലാഷ് മുതൽ ഉണ്ണി ബാലകൃഷ്ണൻ മുതൽ ഇത്തരം സകല ആളുകളും വിളിച്ചു പറയുന്ന പച്ച നുണ കേട്ട്, പച്ച മണ്ടത്തരം കേട്ട്, ഉൾപ്പുളകം കൊണ്ട് പൊളിറ്റിക്സിൽ ഇനി രാജ്യത്തെന്തോ മലമറിയാൻ പോകുന്നു എന്നൊക്കെ ആ നുണ വിശ്വസിച്ച് മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുന്നവർ തൽക്കാലം ഈ വീഡിയോ കാണണമെന്നില്ല. അവർ ഈ വീഡിയോ കണ്ടാൽ വിറയൽ തുടങ്ങും, അവർ ഈ വീഡിയോ കണ്ടാൽ വെപ്രാളം തുടങ്ങും. കാരണം നമ്മൾ ഈ ഒരു വിഷയം, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് എന്താണ് സംഭവിച്ചത്, ആരാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത് എന്ന ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് തെളിവുകൾ സഹിതമാണ്. കൃത്യമായിട്ട് ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാനും സാധിക്കും. അതായത് രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് കേന്ദ്ര സർക്കാരിന്റെ വിജയമാണോ എന്ന് ചോദിച്ചാൽ 1000 വട്ടം വിജയമാണ് എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് ആണ് മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിന ആഘോഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്തെ പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികൾക്ക് മുന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാനിലേക്ക് ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് കലാപം നടക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അത് മോശമല്ലേ? രാജ്യത്തിന് അത് അപമാനമല്ലേ? അതൊരു തർക്കവുമില്ലാത്ത വിഷയം തന്നെയല്ലേ? സ്വാതന്ത്ര്യദിന ആഘോഷം ലക്ഷ്യം വെച്ച് പന്നൂർ എന്ന തീവ്രവാദി മുതൽ ഇവിടെ ജയിലിൽ കിടന്ന, തീഹാറിൽ കിടന്ന റഹൂഫ് വരെ ഇവിടെ പുറത്തുണ്ട് വീഡിയോകളുമായിട്ട്. ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. സ്വാതന്ത്ര്യദിനാഘോഷം വരെ കുളമാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ കാത്തിരിക്കുക. അവരുടെയൊക്കെ മണ്ടക്കടിച്ചുകൊണ്ടല്ലേ ഈ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് അത് വെറും കൂറകളായിട്ട്, പാറ്റകളായിട്ട് തന്നെ ഒരു മൂലയിലേക്ക് ഒതുങ്ങും. അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടിക്കെട്ടി ജയിലിൽ തള്ളി ആ പാർട്ടിയെ കണ്ഠം തുണ്ടമാക്കിയത് നമ്മളൊക്കെ നോക്കിക്കണ്ടതല്ലേ. അവർ കളവ് നടത്തി, അവർ തട്ടിപ്പ് നടത്തിയത് കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവന്ന് അരവിന്ദ് കെജ്രിവാളിനെ ജയിലറയ്ക്കുള്ളിൽ അടച്ചിട്ടുള്ളത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതല്ലേ. കൃത്യമായ തെളിവുകൾ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെയും നടന്നുകൊണ്ടിരിക്കുക. ഒരു മുഖ്യമന്ത്രിയെ ഇവിടെ ഉള്ളിലിട്ട സമയത്ത് നമ്മുടെ കേരളത്തിലൊക്കെ എന്തൊക്കെ ബഹളമായിരുന്നു. ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ നിരന്തരം നിന്നില്ലേ നരേന്ദ്രമോദി സർക്കാരിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട്. എന്ത് സംഭവിച്ചോ? ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം പോയിട്ട് ഡൽഹി ഇന്ന് പെട്ടിയും കിടക്കയും എടുത്ത് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പഞ്ചാബിലേക്ക് ഓടിയില്ലേ. അതും ഈ രാജ്യത്ത് നടന്നതല്ലേ. പാറ്റകളെക്കാൾ വലിയ പാറ്റകളല്ലായിരുന്നോ അരവിന്ദ് കെജ്രിവാളും കൂട്ടരും? അവരൊക്കെ മുട്ടുമടക്കി ഓടിയിട്ടുണ്ടെങ്കിൽ ഈ പാറ്റകൾ ഓടില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് ലോക പരാജയത്തിലേക്ക് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് വീണില്ലേ. തർക്കമില്ലാത്ത വിഷയ. കോൺഗ്രസ് ഒന്നിനും കൊള്ളില്ല, ഇടതുപക്ഷം ഒന്നിനും കൊള്ളില്ല, അവരെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് രാജ്യത്തെ പുതുതലമുറ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലേ. ഈ വിഷയത്തിൽ ഒരു പക്ഷത്ത് നരേന്ദ്രമോദി, ഒരു പക്ഷത്ത് കോക്രോച്ച് ജനതാ പാർട്ടി. ഇതാണ് രാജ്യത്തെ പുതുതലമുറ കാണുന്നത്. പുതുതലമുറ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അതേ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിലൂടെ സ്വീകരിച്ചില്ലേ. ലോകത്തെ ഏറ്റവും വലിയ റെക്കോർഡിലേക്ക് നരേന്ദ്രമോദി എത്തില്ലേ. 1,80,00,000-ലധികം ആളുകൾ ലൈക്ക് ഇട്ട് കൊടുത്തില്ലേ. ഇത് പുതുതലമുറയിലെ നരേന്ദ്രമോദിയുടെ സ്വീകാര്യതയാ. ഇൻസ്റ്റാഗ്രാമിൽ വേൾഡ് റെക്കോർഡ് ഏറ്റവും കൂടുതൽ ആളുകൾ 24 മണിക്കൂർ കൊണ്ട് കണ്ടത് നരേന്ദ്രമോദിയെ കുറിച്ചാ. നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാ. പുതുതലമുറയിൽ കൃത്യമായ സ്വാധീനം. മറുഭാഗത്താര രാഹുൽ ഗാന്ധി അല്ല, മറുഭാഗത്ത് കോക്രോച്ച് ജനതാ പാർട്ടി. രാജ്യത്തെ പ്രതിപക്ഷം കണ്ടം തുണ്ടമായില്ലേ. പുതിയൊരു പാർട്ടി പൊന്തി വന്നില്ലേ. ഇനി ഈ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിട്ട് ആര് വന്നു എന്നാ നിങ്ങളൊക്കെ കരുതുന്നത്? കോക്രോച്ച് ജനതാ പാർട്ടിയിലെ ഏതെങ്കിലും ആണോ? അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ആണോ? അല്ലെങ്കിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ ഏതെങ്കിലും പച്ച നുണ വിളിച്ചു പറയുന്നവരോ? അല്ല, RSSകാരൻ
ഏറ്റവും പ്രധാനപ്പെട്ട OTC പോലും കഴിഞ്ഞിട്ടുള്ള തേർഡ് OTC പോലും കഴിഞ്ഞിട്ടുള്ള പ്രഹ്ലാദ് ജോഷി എന്ന പ്രഗത്ഭനായ നേതാവിനെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കൊണ്ടുവന്നില്ലേ? അദ്ദേഹം അധികാരം ഏറ്റെടുത്തില്ലേ? അതായത് ഒരു RSSകാരൻ തന്നെയാ വന്നിട്ടുള്ളത്. ഇവിടെ ഇവരുടെയൊക്കെ സമരവും ആഘോഷമൊക്കെ കണ്ടാൽ ആ സ്ഥാനത്തേക്ക് ഏതോ ലീഗുകാരനെ പിടിച്ച് ആക്കിയതുപോലെയാ ഇവിടെ കുറെ മൊണ്ണകള് ആഘോഷിക്കുന്നത്. കൃത്യവും വ്യക്തവുമാണ്. രാജ്യത്തെ പ്രതിപക്ഷത്തിന്, രാജ്യത്തെ കയറി മുറിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ കലാപത്തിൽ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുത്താനുള്ള കൃത്യമായ നീക്കങ്ങൾ നടന്നു എന്നുള്ളതൊക്കെ വിവരങ്ങൾ പുറത്തുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാ കൃത്യമായിട്ട് രാജിവെച്ച വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞില്ലേ, പുതുതലമുറ പഠിക്കാനും അവരുടെ കരിയറും നോക്കട്ടെ, അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. പിന്നെ മാർച്ച് നടത്തിയവർക്കെതിരെ ഈ പറയുന്ന കേസൊക്കെ ഇല്ലാത്തതുള്ളൂ. അവിടെ കലാപം നടത്തിയ ഒരാളെയും വെറുതെ വിടില്ല. അവിടെ കലാപം നടത്തിയ കേരളത്തിൽ നിന്ന് വണ്ടി കയറിയവരുടെ പിന്നാലെ പോലും സംവിധാനങ്ങളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്, കൃത്യമായിട്ട് നിയമ നടപടിയുണ്ട്. ഒരു ഫാസിസം ഉണ്ടല്ലോ. ഒരു കാര്യം എടുത്തു പറയാം, നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളോട് ഇനിയെങ്കിലും ഉളുപ്പും മാനവും ഉണ്ടെങ്കിൽ, ഉളുപ്പ് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഇനിയും മോദി ഫാസിസ്റ്റാണോ എന്നൊന്നും വിളിച്ചു പറയാൻ നിൽക്കരുത്. മലയാളികൾ ബോധമുള്ളവർ നിങ്ങളെ പുച്ഛിച്ച് തള്ളും. മറ്റൊന്നും സംഭവിക്കുന്നല്ല, നിങ്ങളെയൊക്കെ അങ്ങ് പുച്ഛിച്ച് തള്ളുള്ളൂ. ജനാധിപത്യപരമായിട്ടാണ് കേന്ദ്ര സർക്കാർ സകലതും ചെയ്തിട്ടുള്ളത്. എന്നാൽ കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ കലാപം നടത്തിയ ആ കലാപം നടത്തിയ ഒരാളെയും വെറുതെ വിടില്ല. ഒരു കാര്യം ഞാൻ അങ്ങ് എടുത്തു പറയാം, നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളല്ല കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്നത്. കേന്ദ്ര സർക്കാർ എല്ലാവരെയും വെറുതെ വിടുമെന്നൊക്കെ ഒരുപാട് പ്രമുഖ മാധ്യമങ്ങളിലെ അവതാരകർ തോന്നിയത് വിളിച്ചു പറയുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചിട്ട് ഇവിടെ കിടന്ന് പ്രമുഖ മാധ്യമങ്ങൾ ഉറഞ്ഞു തുള്ളിയിട്ട് പോയി പണി നോക്കടാ എന്ന് പറഞ്ഞ ഒരു കേന്ദ്ര സർക്കാർ തന്നെയാ ഇന്നും രാജ്യം ഭരിക്കുന്നത്. അവർ ഒരു തീരുമാനം എടുക്കുന്നത് വെറുതെയല്ല. അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പ്രമുഖ മാധ്യമങ്ങൾക്ക് വരുന്ന 2029 വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും. കാരണം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ കൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ കണ്ടം തുണ്ടമാക്കാൻ മികവുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു തർക്കവും വേണ്ട കേട്ടോ. നരേന്ദ്രമോദി സർക്കാർ ഈ പറയുന്ന അമിത്ഷായൊക്കെ എന്ത് ചെയ്യുകയാണ് എന്നൊക്കെ ചോദിക്കുന്ന സകലരോട് പറയാനുള്ളത്, നരേന്ദ്രമോദി സർക്കാർ 3ാം ടേമാണ് രാജ്യം ഭരിക്കുന്നത്. 3ാം ടേമാണ് രാജ്യത്തെ പ്രതിപക്ഷമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. സകലതിലും മുട്ടുമടക്കി തന്നെ ആ രാജ്യത്തെ പ്രതിപക്ഷം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ 2024 ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് കണ്ട സകല മലയാളികൾക്കും അറിയാം, അവര് വിളിച്ചു പറഞ്ഞിരുന്നത് പ്രതിപക്ഷം സർക്കാർ രൂപീകരിക്കും. നമ്മുടെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് പറഞ്ഞു നരേന്ദ്രമോദി വെറും 3 മാസം മാത്രമേ ഭരിക്കൂ എന്ന്. 3 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ മന്ത്രിമാരും ഇങ്ങനെ മന്ത്രിമാരും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. നരേന്ദ്രമോദി സർക്കാർ തന്നെയാ മുന്നോട്ട് പോകുന്നത്. അന്നും നമ്മൾ അത് പറഞ്ഞു, ഇന്നും നമ്മൾ അത് പറയുന്നു. ഇനി വരുന്ന 2029 നരേന്ദ്രമോദി തന്നെ തുടരും. ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ എടുത്ത് റെക്കോർഡ് ചെയ്ത് തന്നെ വെച്ചുകൊള്ളൂ. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും RSSനെയൊന്നും അളന്ന് തിട്ടപ്പെടുത്താൻ മാത്രം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങളെ എന്നല്ല, രാജ്യത്തെ പ്രതിപക്ഷത്തുള്ള ഒരുത്തരും വളർന്നിട്ടില്ല. അവർ വളരാത്തത് കൊണ്ട് തന്നെയാ 3ാം ടേമും നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നതോ 4ാം ടേമിന് ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതോ വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിഞ്ഞോളൂ.